ചേട്ടൻ വേറെ ആരോടെങ്കിലും അഭിനയിക്കുമ്പോൾ ചേച്ചിക്ക് പൊസസീവ്നെസ് ഉണ്ടാവാറുണ്ടോ? ആക്ടിങ് ചൂസ് ചെയ്യാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ഇയാൾ ഒറ്റൊരുത്തൻ കാരണം മര്യാദക്ക് ഞാൻ വല്ല എവിടെയെങ്കിലും എവിടെയെങ്കിലും ഞാൻ ചൂടോടെ വിഴുങ്ങി വായിക്കൂടെ ഞാൻ ഡ്രാഗൺ വായിക്കൂടെ തീ വിടില്ല, അതുപോലെ വിടണം. യൂസ് ചെയ്യുന്ന ഐലൈനർ മൊത്തം ഹലോ ഹായ് സുഖാണോ ഇത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എനിക്കൊന്നും അധികമില്ല. എല്ലാരും സത്യം സുഖാണോ ജയറാമിനെ പോലെ ഉണ്ടെന്ന്. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഹലോ ഗൈസ് എന്ന് പറഞ്ഞാണ് തുടങ്ങിയത്. ഓക്കെ, അപ്പോ ഞങ്ങള് ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്, നമ്മൾ ഇൻസ്റ്റയിലെ ഒരു Q&A ക്വസ്റ്റ്യൻ ടാഗ് ഒക്കെ ഇട്ടിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയാൻ വേണ്ടി ഇടാറുണ്ട്. പക്ഷെ ആർക്കും ഒരു റിപ്ലൈയും കൊടുക്കുന്നില്ല എന്നൊരു സങ്കടം പലരും പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങള് 101 ചോദ്യങ്ങൾക്കുള്ള ഉത്തരവുമായിട്ടാണ് ഇപ്പൊ വന്നിരിക്കുന്നത്. ശരിക്കും കോമൺ ആയിട്ട് വന്ന കുറെ ക്വസ്റ്റ്യൻസിൽ നിന്ന് നമ്മൾ അങ്ങനെ എടുത്തിട്ട് അല്ലെ നല്ല ഉത്തരങ്ങൾ തരാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് ചെയ്യാന്ന് വെച്ചു. ഫസ്റ്റ് പ്ലാൻ, ബേബിക്ക് പ്ലാൻ ഉണ്ടോ? ഇതാണ് എന്നോട് കുറച്ചു പേര് ചോദിച്ച ചോദ്യം. അത് നമ്മുടെ വളരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഞങ്ങള് ഇപ്പൊ ഒന്നും പറയുന്നില്ല. എന്തായാലും കല്യാണമൊക്കെ കഴിഞ്ഞുള്ളൂ, ഒന്ന് കുറച്ചൊന്ന് അല്ലേ 2-3 ദിവസത്തിനുള്ളിൽ അറിയിക്കാം. അയ്യോ, എന്തായാലും എന്താണെങ്കിലും നമ്മൾ ഇത്രയും സപ്പോർട്ട് ചെയ്ത നമ്മളൊരു ഫാമിലി മെമ്പർ പോലെ നമ്മളെ അക്സെപ്റ്റ് ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ നിങ്ങളോട് നമ്മളത് ഷെയർ ചെയ്യും, അറിയിക്കും. ഓക്കെ, ഇപ്പൊ തൽക്കാലം ഒരു പ്ലാനും ഇല്ല. നിങ്ങളുടെ രണ്ടാളുടെയും ഇനി ഒരു സീരിയൽ ഉണ്ടാകുമോ? അതൊക്കെ ഉണ്ടാവാതിരിക്കാം. ചേട്ടൻ സിംഗിൾ ലൈഫ് ആണോ മാരേജ് ലൈഫ് ആണോ ഹാപ്പി? സിംഗിൾ അല്ല, സിംഗിളും നല്ലതാണ്, ഡബിളും നല്ലതാണ്. അങ്ങനെ പറയാം. ശരിക്കും പറഞ്ഞ ഒരു മുട്ട ഓംപ്ലേറ്റ് പോലെയാണ്. സിംഗിൾ ലൈഫ് ആകുമ്പോ സിംഗിൾ, ഡബിൾ ആകുമ്പോ എന്താ മുട്ട ഓംപ്ലേറ്റിന് എന്താണ് പ്രത്യേകത? അതാകുമ്പോ സിംഗിൾ ആണെങ്കിൽ ഒരു ഉണ്ണി, ഡബിൾ 2 ഉണ്ണി. അങ്ങനെ നമുക്ക് വേണമെങ്കിൽ പറയാലോ. ലൈഫ് ചേഞ്ചസ് ആഫ്റ്റർ മാരേജ്. ഇപ്പൊ കല്യാണത്തിന് മുന്നേ ആണെങ്കിലും കല്യാണത്തിന് ശേഷമാണെങ്കിലും നമ്മൾ തീരുമാനിക്കണം നമ്മൾ സന്തോഷത്തോടെ ഇരിക്കണോ വേണ്ടതെന്ന്. നമ്മുടെ സന്തോഷം നമ്മൾ കണ്ടെത്തണം. പിന്നെ കല്യാണത്തിന് മുന്നേ ഉള്ള ഒരു സംഭവം എന്ന് വെച്ചാൽ ഫാമിലിയില് നമ്മൾ ഒതുങ്ങി ഫാമിലിയുടെ കൂടെ അങ്ങനെ ഒരു വൈബ്, അത് വേറൊരു സന്തോഷം. അച്ഛൻ്റെ അമ്മയുടെയും കൂടെ നിൽക്കുക, നമ്മുടെ വീടുമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ, അത് വേറൊരു വൈബ്. അത് കഴിഞ്ഞ് നമ്മള് ഭർത്താവിന്റെ വീട്. പക്ഷെ എനിക്ക് എന്താ പറയാ, ഹസ്ബൻഡിന്റെ ഫാമിലിയുമായിട്ടുള്ളൊരു കൂടുതൽ ഞാൻ അങ്ങനെ എനിക്ക് അതിന് പറ്റിയിട്ടില്ല ഇതുവരെ. കുറച്ച് നാള് അച്ഛനും അമ്മയൊക്കെ കൂടെ ഉണ്ടായിരുന്നു. അവര് ഇവിടെ ഇല്ല, പാലക്കാടാണ്. നമ്മൾ ട്രിവാൻഡ്രത്തിന് ആയതുകൊണ്ട് നമ്മളിങ്ങനെ ഒരുമിച്ചാണ്. അടിപൊളിയാണ്. എനിക്ക് കുറച്ച് ഫ്രീഡം, കുറച്ചൊന്ന് അടിച്ചു പൊളിക്കാനൊക്കെ എനിക്ക് കല്യാണത്തിന് പിന്നെ എന്തെന്നറിയാമോ, ഞാൻ ആ ഫ്രീഡം കൊടുത്തതിനാണ് ഇയാൾ എനിക്ക് ആ ഫ്രീഡം തന്നത്. അതുകൊണ്ടാണ്. കാരണം കല്യാണത്തിന് മുന്നേ ഉണ്ടായിരുന്ന വ്യക്തിയും അതിനുശേഷമുള്ള വ്യക്തിയുടെ ചേഞ്ചസ് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് അല്ലേ? ചേച്ചി സീരിയലിൽ രാഹുൽ മരിക്കുന്ന സീൻ അഭിനയിച്ചത് കണ്ട് ഞാൻ കുറെ കരഞ്ഞു, അത്രയ്ക്കും ഹാർട്ട് മെൽറ്റിങ്. ശരിയാട്ടോ. അതായത് ശരിക്കും ഞാൻ ആ സീൻസ് ഒക്കെ ചെയ്യുമ്പം നമ്മുടെ ബിനു വെള്ളത്തൂവൽ എന്ന് പറയുന്ന ഡയറക്ടർ സാറിനോട് എനിക്ക് ആ ഒരു റെസ്പെക്ട് തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് എനിക്ക് അറിയാവുന്ന ഒരു ഇതായിരുന്നു ആക്ടിങ്. എനിക്ക് അറിയില്ലായിരുന്നു, അഭിനയിക്കാനൊന്നും അറിയില്ലായിരുന്നു. ആളാണ് എന്നെ എന്താ പറയാ, ആ ഒരു സീൻസ് ഒക്കെ ഞാൻ ചെയ്തു, അതിലൊക്കെ എനിക്കൊരു അംഗീകാരം കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തത്. പിന്നെ ഇതിന്റെ റൈറ്റർ നമ്മുടെ അനുബാബു ചേട്ടൻ, നമ്മുടെ നോവലിന്റെ റൈറ്റർ തന്നെയായിരുന്നു. അപ്പം ആ സീൻസ് ഒക്കെ അവർ എഴുതുമ്പോൾ ശരിക്കും പറയുമ്പോൾ പോലും കണ്ണു നിറഞ്ഞ് ഞാൻ കണ്ടിട്ടുള്ളൂ. ശരിക്കും പറഞ്ഞാൽ അതൊക്കെ ഞാൻ ഭയങ്കര ഫീൽ ചെയ്ത് ചെയ്തൊരു കാര്യമാണ്. അശ്വതി എന്ന് പറയുന്ന ഒരാളുടെ ഇമോഷൻസ് മൊത്തം കൺട്രോൾ ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. പക്ഷെ ഞാനത് ചെയ്തു. എനിക്ക് തോന്നുന്നത് അതൊരു ഒറ്റ ടേക്കിലൊക്കെയാണ് പോയി തോന്നുന്നത്. കാരണം ഞാനത് എനിക്ക് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് എന്തോ ആവട്ടെ എന്ന് വെച്ചാൽ ഫുൾ എഫേർട്ടിൽ എന്തോ ഞാൻ ചെയ്തു. എനിക്ക് ശരിക്കും ഫീൽ ചെയ്തിരുന്നു. അത് എന്റെ ഒരു റിസൾട്ട് എനിക്ക് ആ സീൻസിലൊക്കെ കിട്ടിയെന്നാണ് എന്റെ ഒരു വിശ്വാസം. ശരിക്കും. ഹെയർ ടിപ്സ്, ഹെയറിൽ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുണ്ടോ? ഇപ്പൊ ഞാന് കളറിങ് ചെയ്തു, വേറെ ട്രീറ്റ്മെന്റ്സ് ആയിട്ടൊന്നും ചെയ്തിട്ടില്ല.
പിന്നെ എന്താ പറയാ ചെയ്തിരുന്നു. പണ്ട് ഒരു കുറേ വർഷങ്ങൾക്ക് മുന്നേ ചെയ്തിരുന്നു സ്മൂത്തനിങ്, ഈ ഇയർ ടു ഇയർ പോർഷൻ മാത്രം. അങ്ങനെ ഇപ്പൊ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ടിപ്സ് ചോദിക്കാനാണെങ്കിൽ ഞാൻ എങ്ങനെ ഹെയർ ഒന്നും ഭയങ്കരമായിട്ട് കെയർ ചെയ്യുന്ന ഒരാളല്ല. പക്ഷെ എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര നിർബന്ധമാണ്. അപ്പൊ അമ്മ എന്തെങ്കിലുമൊക്കെ ചെയ്ത് തരാറുണ്ട്. അതിന്റെ ഭാഗമായിട്ട് അമ്മ നല്ലൊരു എണ്ണയൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കാച്ചി തന്നിട്ടുണ്ട്, നല്ല പച്ച വെളിച്ചെണ്ണയിൽ. അപ്പൊ കുറേ സംഭവങ്ങൾ ആഡ് ചെയ്തിട്ട് തരണം. അത് അമ്മയുടെ ഒരു സ്പെഷ്യൽ എണ്ണയാണ്. അപ്പൊ എന്നോട് കുറെ ആൾക്കാർ എന്തെങ്കിലും ഓയിൽ ഉണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്യോ ചേച്ചി ഗ്രോത്തിന് വേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. പക്ഷെ അത് അടിപൊളിയാട്ടോ. എൻ്റെ അമ്മയുടെ തന്നെ ഒരുപാട് ടിപ്സ് ഉണ്ട്. ഞാൻ ചോദിച്ചിട്ട് ഒരു ദിവസം ഞാൻ ആ ഹെയർ ഓയില് എന്തൊക്കെയാണ് ചേർക്കുന്നത് എന്നുള്ള രീതിയൊക്കെ ഞാൻ ഒരു വീഡിയോ ചെയ്യാം. എന്നും സമ്മതം ഒത്തിരി ഇഷ്ടമാണ്. തീരുന്നതിൽ ഒരുപാട് വിഷമം, ഒരുപാട് മെസ്സേജ് വന്നത് എന്നും സമ്മതം തീരുന്നതിൽ ഒരുപാട് സങ്കടമുണ്ട്, വിഷമമാണ്, നമ്മളെ മിസ് ചെയ്യും, നിങ്ങൾ ഇനി എന്താ പറയാ ആക്റ്റീവ് ആവുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. അങ്ങനെ പറയുന്ന, നമ്മളെ സ്നേഹിക്കുന്ന, നമുക്ക് വേണ്ടിയിട്ട് ഇത്രയും സപ്പോർട്ട് ചെയ്യുന്ന, അതായത് എന്താ പറയാ എല്ലാവരും തിരക്കിനിടയിൽ നമ്മളെ ഓർക്കുന്ന നമ്മുടെ ഇഷ്ടപ്പെട്ട നമ്മുടെ കുഞ്ഞനീത്തിമാർക്കും അമ്മമാർക്കും ചേച്ചിമാർക്കും ഒക്കെ ആയിട്ട് ഞാൻ പറയാണ്, നമ്മള് ഇൻസ്റ്റയിലും ഒന്നും ഇത്രയും നാൾ ആക്റ്റീവ് അല്ലായിരുന്നു. എനിക്കിതിനകത്ത് വീണ്ടും കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് അച്ഛൻ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചിട്ട്. ഞാൻ ആക്റ്റീവ് ആവാണ്ടിരുന്ന ഒരു റീസൺ എൻ്റെ അച്ഛന് സുഖമില്ലാത്തത് കൊണ്ടാണ്. അപ്പൊ എന്ത് അസുഖം എന്നുള്ളതും ചോദിക്കുന്നുണ്ട്. അതെനിക്ക് ആ ഡീറ്റെയിൽസും കാര്യങ്ങളും എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട് സീരിയസ്ലി. കുറച്ച് മോശമായിരുന്നു അതില്, ഇങ്ങനെ കുറച്ച് നമ്മള് അതിന്റെ ഓട്ടത്തിലൊക്കെ ആയതുകൊണ്ട് അത് ഞാൻ പറയുന്നില്ല. അപ്പൊ അത് എന്താണെങ്കിലും എന്നെ കൊണ്ട് പറ്റുന്ന രീതിക്ക് ഞാൻ എൻ്റെ അച്ഛനെ മാക്സിമം നല്ലൊരു ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുത്ത് പൊക്കോണ്ടിരിക്കുകയാണ്. നല്ല രീതിയിൽ ആള് തിരിച്ചു വരും എന്നൊരു പൂർണ്ണമായ വിശ്വാസം എനിക്കുണ്ട്. ഇപ്പൊ സീരിയൽ കഴിയാറായപ്പോഴേ ഇനി അത് ഒരുമിച്ചുണ്ടാവോ അങ്ങനെയൊക്കെ. ഇനി നമ്മള് യൂട്യൂബിൽ ഒരുമിച്ചുണ്ടാവും. യൂട്യൂബില് പിന്നെ ഇത്ര നാൾ ഒരുമിച്ചല്ലേ സബ്സ്ക്രൈബ് ശരിക്കും പറഞ്ഞാൽ ഇയാൾക്ക് എപ്പോഴും ഫോളോവേഴ്സ് ഇതൊക്കെ മതി കേട്ടോ. ഞാൻ നിങ്ങളടുത്ത് ഇതുവരെ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. അത് വേണ്ട, എപ്പോഴും അതന്നെ പറഞ്ഞോണ്ടിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്താലേ നമ്മള് നോട്ടിഫിക്കേഷൻ ഒക്കെ വരുള്ളൂ അവർക്ക്. അത് ശരിയാട്ടോ. അപ്പൊ നിങ്ങൾ അത് ചെയ്യണം. അടുത്ത ക്വസ്റ്റ്യൻ, ചേച്ചിയിൽ ചേട്ടന് ഇഷ്ടമല്ലാത്ത ഒരു കാര്യം. വരട്ടെ ഒന്നും ഇഷ്ടപ്പെടുന്നില്ല, എനിക്ക് ഒന്നും ഇഷ്ടപ്പെടുന്നില്ല സത്യം. പക്ഷെ എല്ലാം ഇഷ്ട. ആദ്യം വരുന്നതാണ് ഉള്ളിന്ന് വരുന്നത്. മനസ്സിലായ? അല്ല പറ, എന്നാലും പറ. ഇഷ്ടപ്പെടാത്ത കാര്യം പറ. ശരി, ഇഷ്ടപ്പെടാത്ത കാര്യം പറ. ഇഷ്ടപ്പെടാത്ത കാര്യമായിട്ട് അങ്ങനെ വലിയ സംഭവങ്ങളൊന്നുമില്ല. വലിയ ഇഷ്ടമുണ്ടോ? ചില സമയത്ത് ഉറങ്ങിക്കിടക്കുമ്പോ വന്നിട്ട് എന്ന് പറഞ്ഞിട്ട് വലിയ സംഭവം കാണിച്ചിട്ട് വരും. മനുഷ്യൻ ശല്യപ്പെടുത്തും. എന്നിട്ട് വന്നിട്ട് ഇരുന്ന് ഇങ്ങനെ എണീക്ക് വാ, ചായ കുടിക്കുക വാ, ഞാൻ ഇത് ഉണ്ടാക്കി അതുണ്ടാക്കി വാ, ചോറുണ്ടാ. ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ചായ വേണം, അത് വേണം, ഇത് വേണം എന്ന് പറയും. ചൂടോടെ കഴിക്കാൻ ഇഷ്ടമുള്ളൂ. ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി കൊണ്ടുപോയി. പിന്നെ ഞാൻ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോ, ഇപ്പൊ എന്തെങ്കിലും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ, അത്യാവശ്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ, അപ്പൊ ചോറ് എന്തെങ്കിലും കൊണ്ടുവച്ചിട്ട് ചൂടറി അതൊരു ഭാര്യയുടെ കടമയല്ലേ, നിങ്ങൾ പറയൂ. ആയിക്കോട്ടെ, ഞാനിപ്പോ വരാം, ഞാനത് കുഴപ്പമില്ല, ഞാനിപ്പോ വരാന്ന് പറഞ്ഞാൽ പോലും അവള് സമ്മതിക്കില്ല. ഞാൻ ചൂടോടെ വിഴുങ്ങി വായിക്കൂടെ ഞാൻ ഡ്രാഗൺ വായിക്കൂടെ തീ വിടില്ല, അതുപോലെ വിടണം. കാരണം എനിക്ക് ചൂടോടെ ഉണ്ടാക്കി കൊടുക്കുന്ന ഭക്ഷണത്തിന്റെ ടേസ്റ്റ് വരെയാണ്. അത് അനുഭവിക്കാനുള്ള പൊള്ളിയിട്ടാണ് മറ്റേ ടേസ്റ്റ്. ഇത്രയല്ലേ ഉള്ളൂ, വേറൊരു പ്രശ്നമില്ലല്ലോ അല്ലേ. അപ്പൊ നാളെ മുതൽ ഇയാൾക്ക് ഞാൻ പറഞ്ഞ സമയത്ത് ഭക്ഷണം തരത്തില്ല, ഉണ്ടാക്കലോ ഒന്നുമില്ല. നീ തരണം, പക്ഷേ ചൂടോടെ തരണ്ടല്ലേ? ചൂടോടെ തരണം. ഇളം ചൂട് മതി. ദോശയൊക്കെ നമ്മള് കുറച്ച് നേരത്തേക്ക് ഒന്ന് ചുട്ടു വെച്ചു. ദോശയുടെ കാര്യമല്ലേ ഞാൻ പറഞ്ഞത്. നീ എന്നാ ഫ്രൈഡ് റൈസ് മറ്റേ സാധനം ഉണ്ടാക്കിയിട്ട് ദോശയൊക്കെ നമ്മൾ നമ്മൾ നല്ല ഉണ്ടാക്കി നമ്മൾ ഈ എന്താ പറയാ ഇതിനൊക്കെ വെച്ച് എല്ലാം മൂടി വെച്ചിരിക്കും കേട്ടോ. എന്നിട്ട് ഇയാൾക്ക് കൊടുക്കുമ്പോ ചൂടില്ല എന്നുണ്ടെങ്കിൽ കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാ. ആ അമ്മ എങ്ങനെ സഹിച്ചു എന്ന് എനിക്കറിയില്ല. എത്ര നാളും അമ്മനെങ്കിൽ തൊഴുതു യൂസ് ചെയ്യുന്ന ഐലൈനർ മൊത്തം ഹലോ ഹായ് സുഖാണോ ഇത് മാത്രമുള്ളൂ. അതുകൊണ്ട് എനിക്കൊന്നും എല്ലാരും സത്യം സുഖാണോ സുഖാണോ. ജയറാമിനെ പോലെ ഉണ്ടെന്ന്. താങ്ക് യു. കഷ്ടം. എന്ത്? ടെൽ ബോണ്ട് ബിറ്റ്വീൻ യു ആൻഡ് ദേവിക. ദേവിക എന്ന് പറഞ്ഞു കഴിഞ്ഞാ എന്റെ വിറ്റാണ് ചിരിച്ചാവും. അയ്യോ, അവള് ശരിക്കും പറഞ്ഞ അവള് ചെറുതാ, കുഞ്ഞുകുട്ടിയാ. അതുകൊണ്ട് തന്നെ അവളോട് അങ്ങനെ
നമുക്ക് നമ്മുടെ ഒരു പ്രായത്തിൽ നിന്ന് പെരുമാറാൻ പറ്റുന്ന ഒരു ഇതല്ല. അവള് ചെറുതല്ലേ. അത് മാത്രല്ല നാത്തൂനെന്ന് എനിക്ക് പറയാൻ താല്പര്യമില്ല, എന്റെ സ്വന്തം പെങ്ങള്, അത്രേ ഉള്ളൂ. ഹബ്ബി ഓർ അപ്പ. ഞാൻ ഹബ്ബി എന്ന് പറഞ്ഞ് വളരെ മാന്യമായിട്ടുള്ള രീതിയിൽ ഹസ്ബി എന്നൊക്കെ ചോദിച്ചിട്ടുള്ള. എനിക്കറിയില്ല ഹസ്ബി എന്ന് പറയോ. ഹബ്ബി എന്ന് പറയും, ഹസ് എന്ന് പറയും. ഹസ്ബൻഡ് എന്നായിരിക്കും ഉദ്ദേശിച്ചത് ചിലപ്പോ. ഓർ അപ്പ, അച്ഛനാണോ ഹസ്ബൻഡ് ആണോ കൂടുതൽ ഇഷ്ടം എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. എന്റെ അച്ഛന്റെ ഒരു ഇതെന്ന് വെച്ചാല് ആള് ശരിക്കും ആളൊരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഇഷ്ടമുള്ള ആൾക്കാരോട് ഒരുപാട് സംസാരിക്കും, അല്ലെങ്കിൽ ആള് ഭയങ്കര സൈലന്റ് ആണ്. ആൾക്ക് ആകെ ഇഷ്ടമുള്ളത് ഈ ഒരാളെ മാത്രമേ ഉള്ളൂ. അച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കര ഒരു ജെന്യൂൻ ക്യാരക്ടറാണ് ശരിക്കും. ഹസ്ബൻഡിന്റെ ക്യാരക്ടർ ചോദിക്കുകയാണെന്നുണ്ടെങ്കിലും ഓൾമോസ്റ്റ് സെയിം ആണ്, കാരണം എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടറാണ് എന്റെ ഹസ്ബൻഡ്. പിന്നെ തമാശയും കളിയൊക്കെ നമ്മൾ പറയുമെങ്കിലും എല്ലാ കാര്യങ്ങളും എന്നെ ഫുൾ സപ്പോർട്ട് ചെയ്ത് എന്റെ കൂടെ എല്ലാത്തിനും നിൽക്കുന്ന ഒരാളാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ചെണ്ടാകാറുണ്ട്, ഞാൻ അങ്ങോട്ടും അതേപോലെ ആകാറുണ്ട്. പരസ്പര ഒരു ധാരണയിൽ നമ്മൾ അങ്ങനെ പോകുന്നു. അടുത്ത ഡ്രസ് കളക്ഷൻ ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഇതിന്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. കുറെ എനിക്ക് ചെയ്യണം എന്നുണ്ട് കേട്ടോ, പക്ഷെ എനിക്ക് നിങ്ങളുടെ സജഷൻ വേണം. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതൊക്കെ ഈ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ ഇതിന്റെ താഴത്തേക്ക് നിങ്ങൾ കമന്റ് ഇട്ടാൽ മതി. നമ്മുടെ വ്ലോഗിന്റെ നെക്സ്റ്റ് ഹോം ടൂർ ഒക്കെ ചോദിക്കുന്നുണ്ട്, അപ്പൊ നമുക്കത് ചെയ്യണം. പിന്നെ പ്രശാന്ത് അമൃത ചേച്ചി ഫ്രണ്ട്ഷിപ്പിനെ പറ്റി. പ്രശാന്ത് ഏട്ടന്റെയും നമ്മുടെ അമൃതേച്ചിയുടെയും കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് ഒരു ചേട്ടന്റെയും ചേച്ചിയുടെ സ്ഥാനത്ത് നിന്ന് ഫുൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുകയും ഓരോ കാര്യങ്ങൾ വാങ്ങാനും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്ക് ഓടി നടന്നവരാട്ടോ. നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും കൂടി നിന്നവരാ. പക്ഷെ ഇപ്പൊ അവരും ആർട്ടിസ്റ്റുകളാണ്, അവരും വർക്ക് ചെയ്യുന്നു. നമ്മളും ഇപ്പൊ എന്ന സമ്മതം വർക്കിലായിരുന്നു, അതിന്റെ തിരക്കുണ്ടായിരുന്നു. നമ്മളൊരു ട്രിപ്പ് ഒക്കെ പോയിണ്ടായിരുന്നു, അപ്പൊ നമുക്കൊന്ന് കാണാനൊന്നും ഉള്ളൊരു സമയം കിട്ടിയില്ല. എപ്പോഴും വിളിക്കാറുണ്ട്, ഓരോ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യാറൊക്കെ ഉണ്ട്. അച്ഛൻ എങ്ങനെയാണെന്ന് ചോദിക്കാറുണ്ട്. പുള്ളി നമുക്ക് നല്ല ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഫാമിലി തന്നെയാണ് അവര്. മിസ്സിംഗ് തരുൺ, വെൻ വിൽ യു കം ബാക്ക് ടു തമിഴ് ഇൻഡസ്ട്രി? അതൊരു അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. പറയൂ. തരുൺ എന്ന ക്യാരക്ടറിന് തമിഴ് എനിക്ക് തന്ന നല്ലൊരു എന്താ പറയാ, നല്ലൊരു ലക്കി പ്രൊജക്റ്റ് തന്നെയാണ് ഈ മൗനരാഗം. ചിപ്പി ചേച്ചി പ്രൊഡക്ഷൻ ആയിരുന്നത്, ചിപ്പി രഞ്ജിത്ത് രണ്ടുപേരും പ്രൊഡക്ഷൻ ചെയ്ത ഒരു സീരിയലായിരുന്നത്. അത് ഫസ്റ്റ് പ്രൊജക്റ്റാണ് എൻ്റെ. ഫസ്റ്റ് ഞാൻ ഈ ഇൻഡസ്ട്രിയിൽ കാലുകുത്തുന്ന ഒരു പ്രൊജക്റ്റ് ആയിരുന്നു. അതിലെനിക്ക് എന്താ പറയാ, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും കടപ്പാടുണ്ട് ചിപ്പി ചേച്ചിയോടും രഞ്ജിത്ത് സാറിനോടും. പിന്നെ നമ്മുടെ മനോജ് സാറ്, ഇതിന്റെ ഡയറക്ടർ, പുള്ളിയാണ് എന്നെ കുറെ സഹിച്ച് ഇവിടെ എത്തിച്ചത്. സാർ നന്ദി, ரொம்ப ரொம்ப നന്ദി സാർ. സഹിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര പാടുള്ളവരോട് സാറിനോട് എനിക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോ ഇനി നല്ലൊരു തമിഴ് പ്രൊജക്ട് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വരുന്നതായിരിക്കും. ആക്ടിങ് ചൂസ് ചെയ്യാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ഇയാൾ ഒറ്റൊരുത്തൻ കാരണമാണ്. മര്യാദക്ക് ഞാൻ വല്ല എവിടെയെങ്കിലും അബ്രോഡ്. How is your Vishu? What is your next serial or movie? Where is your husband and family? God bless you. Thank you so much. കാരണം ഈ ഗോഡ് ബ്ലെസ് യു എന്നൊരു വാക്കില്ലേ, അത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്, അതുകൊണ്ടാണ്. പിന്നെ നെക്സ്റ്റ് സീരിയൽ മൂവി അത് വർക്ക് വരുന്നുണ്ട്. ഞാനിങ്ങനെ വെയിറ്റിംഗിലാണ്. നല്ലൊരു പ്രൊജക്ട് നോക്കി എടുക്കാനുള്ള ഒരു പ്ലാനിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ വിഷു, ഞങ്ങളുടെ ആദ്യത്തെ വിഷു ഭയങ്കര ബ്ലെസ്ഡ് ആയിരുന്നു. കാരണം ഒരുമിച്ച് നമ്മളൊരു ഇനാഗ്രേഷൻ ചെയ്തുകൊണ്ട് നമ്മുടെ ആ വിഷു ദിനം നമുക്ക്. പക്ഷെ നമ്മള് വിഷുക്കണി വെച്ചില്ല, വിഷുവിന് പടക്കം പൊട്ടിച്ചില്ല, ശരിക്കും നമ്മൾ ആഘോഷിച്ചില്ല. പക്ഷെ നമുക്കൊരു ബ്ലെസ്സിങ് മൊമെന്റ് ആയിരുന്നു അത്. അടുത്ത ക്വസ്റ്റ്യൻ, ചേട്ടൻ വേറെ ആരോടെങ്കിലും അഭിനയിക്കുമ്പോൾ ചേച്ചിക്ക് പൊസസീവ്നെസ് ഉണ്ടാവാറുണ്ടോ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാ എന്താ പറയാ, ഇപ്പൊ നമ്മള് ഫീൽഡ് എന്താന്ന് മനസ്സിലാക്കി, അല്ലെങ്കിൽ ഇപ്പൊ ഞാനൊരു എന്താ പറയാ ആർട്ടിസ്റ്റ് ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് എനിക്ക് അങ്ങനെ തോന്നാറില്ല. കാര്യം എന്ന് വെച്ചാൽ ഒന്നിപ്പം നമ്മൾ ഒരുമിച്ച് ചെയ്തു, പിന്നെ ഞാനൊരു ആർട്ടിസ്റ്റ് ആവുന്നതിന് മുന്നേ തന്നെ ആള് ഓൾറെഡി ഒരു എന്താ പറയാ ഒരു സീരിയല് വർക്ക് ചെയ്തുകൊണ്ടിരുന്നു, അതില് അഭിനയിച്ചിരുന്നു, പേരുണ്ടായിരുന്നു.
അപ്പൊ നമ്മളത് കണ്ടിട്ടല്ലേ നിന്നത്. എന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് ഒരു ആർട്ടിസ്റ്റ് ആവുന്നതിന് മുന്നേ ഉള്ള ഒരു ലൈഫിനെ പറ്റി പറയാണ്. അപ്പൊ പോലെ എനിക്ക് എന്താണ് ഒരു ലൊക്കേഷൻ, അത് അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ അവരെങ്ങനെയാ ചെയ്യുന്നതെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ആ സമയത്ത് ഞാൻ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട്, ഇവര് എങ്ങനെ അഭിനയിക്കുക എന്നൊരു ക്യൂരിയോസിറ്റി അറിയണമെന്നുള്ളൊരു. പക്ഷെ എനിക്ക് ചോദിക്കാൻ ഭയങ്കര മടിയാണ്, കാരണം നമ്മുടെ ഒരു സ്റ്റാർട്ടിങ് ടൈം ആയിരുന്നു. പിന്നെ ഞാനൊരു ആർട്ടിസ്റ്റ് ആയപ്പോൾ എനിക്കത് മനസ്സിലായി, കാരണം എത്രയോ ആൾക്കാരുടെ മുന്നിലാണ് നമ്മൾ ഇതൊക്കെ അഭിനയിക്കുന്നത്. അപ്പൊ നമുക്കത് ആ ഒരു പോർഷൻ ഏതാണെങ്കിലും, ഒരു റൊമാൻസ് ആണെങ്കിൽ പോലും നമ്മൾ അത് പെട്ടെന്ന് കഴിഞ്ഞു കിട്ടാനായിരിക്കും നമുക്കൊരു തിടുക്കം ഉണ്ടാവുക. അതറിയാന്നുള്ളത് കൊണ്ട് അതിന്റെ ആവശ്യമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. രാഹുലിന് ഉണ്ടോ? ഇല്ല കേട്ടോ. എന്തെന്നറിയാമോ, ഞാൻ എന്റെ സീരിയലിനകത്ത് ഇതുപോലത്തെ ഒരു സീൻ അഭിനയിക്കുന്ന സമയത്ത് പുള്ളി അടുത്ത് ഞാൻ പറഞ്ഞു, ഒന്ന് അവിടെ വന്നിരിക്കും. എന്നിട്ട് ഈ ദുഷ്ട മനുഷ്യൻ പറയാം, പോടി എനിക്കൊന്ന് ഉറങ്ങണമെന്ന്. ഇതിനങ്ങനെയൊക്കെ ഉള്ളൂ, അത്രയ്ക്കുള്ള ഒരു ഇതേ ഉള്ളൂ. അതുകൊണ്ട് ഒരു വിചാരവും ഇല്ലാത്തൊരു മനുഷ്യനാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഫീലിങ്സ് ഒന്നുമില്ല. നമ്മുടെ ജോബ് അത്രേ ഉള്ളൂ. ബാഡ് എക്സ്പീരിയൻസസ് ലൈഫിൽ ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും. കാരണം നമുക്ക് എല്ലാവരുടെ ലൈഫിൽ നോക്കുമ്പോഴും അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവും. എൻ്റെ ലൈഫിലും കുറേ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്നും ശരിക്കും പറഞ്ഞാൽ ഞാൻ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല ഒരു പക്ഷേ. എന്നുവെച്ചാൽ നമുക്കൊരു സെൽഫായിട്ടൊരു കോൺഫിഡൻസ് ഉണ്ടാവുമല്ലോ, ആ ഒരു കോൺഫിഡൻസ് ലെവൽ എനിക്ക് വളരെ താഴെയായിരുന്നു. പക്ഷെ എന്തൊക്കെയോ കാരണങ്ങളാൽ ഞാനും എൻ്റെ ഒരു ഇതിൽ നിന്ന് കയറി വന്നു. അതിനെന്നെ ഫുൾ സപ്പോർട്ട് ചെയ്തത് എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ്. ചേച്ചി ഒരു പാട്ട് പാടാമോ? ഇതെനിക്ക് കുറേ സജഷൻ വന്നതായിരുന്നു. പിന്നെ നമ്മുടെ ഇപ്പൊ ട്രെൻഡിങ് കഴിഞ്ഞു തോന്നുന്നു, നമ്മുടെ പണ്ടത്തെ കമലഹാസൻ സാറിന്റെ ഏറ്റവും അടിപൊളി സോങ് ഇപ്പൊ ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്ന മഞ്ഞുമൽ ബോയ്സിലുള്ള കൺമണി അൻപോട്, അതൊന്ന് ഒരു 4 വരി പാടാം. മനിതർ ഉണർന്നു കൊള്ള, ഇത് മനിതർ കാതലല്ല, അതെയും താണ്ടി പുനിതമാനത്. അഭിരാമിയെ താലാട്ടും സാമിയെ நான் தானே தெரியுமா, சிவகாமியே சிவனில் நீயும் பாதியே, அதுவும் உனக்கு புரியுமா. சுபலாலி லாலியே லாலி லாலியே, அபிராமி லாலியே லாலி லாலியே, ஓஹோ கண்மணி அன்போடு காதலன் நான் எழுதும் കടിതമേ. ഓക്കെ, അപ്പോ എനിക്കറിയാം കുറെ മിസ്റ്റേക്സ് ഉണ്ടാവും, എന്നാലും പെട്ടെന്ന് പാടിയതാണ്. പിന്നെ കുറച്ച് പാട്ട് പാടാൻ വേണ്ടി കുറച്ച് പേര് എനിക്ക് കുറച്ച് സോങ്സ് പറഞ്ഞിട്ട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ ഞാൻ പാടാം. പിന്നെ നമ്മളെ നെക്സ്റ്റ് പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ഉടനെ എല്ലാം ആയി വന്നതിന് ശേഷം അപ്ഡേറ്റ് ചെയ്യാം. പിന്നെ ബാക്കി വഴിയെ നമ്മുടെ കുറച്ച് വീഡിയോസ് ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ വീണ്ടും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ തന്നെ വീഡിയോസിൽ എന്തെങ്കിലും നിങ്ങൾക്ക് സജഷൻസ് ഉണ്ടെങ്കിൽ പറയാം, നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ നമുക്ക് ചെയ്യാം അല്ലേ. അപ്പൊ എന്തായാലും നമ്മള് ഉടനെ തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യും. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ടാറ്റാ.